നാരായണ 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 ശ്രീ ഗുരുവായൂരപ്പാശന ശ്രീ തിരുമംഗലദേവരേശന ശ്രീ ദക്ഷിണാമൂർത്തീശനം സദ്ഗുരുഭ്യോ നമ ഭക്തേഭ്യോ നമ ശ്രീ ഗുരുവായൂരപ്പാശനം നാരായണ. ഓം. ശ്രീമദ് ഭാഗവത മഹാപുരാണം ദശമസ്കന്ധം 12ാമത്തെ അധ്യായം തുടങ്ങുകയാണ്. വനഭോജനം എന്നത് ഇതിൽ പറയണം. ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം ശ്രീകൃഷ്ണായ നമ, ഓം വിഷ്ണവേ നമ. ഓം. ശ്രീമദ് ഭാഗവത മഹാപുരാണേ ദശമസ്കന്ധേ പൂർവാർദ്ധേ ദ്വാദശോऽധ്യായ. ശ്രീഹരേ ഗുരുവായൂരപ്പ. ശ്രീശുക ഉവാച. ഓം. ക്വചിദ്വനാശായ മനോദധദ്വ്രജാത് പ്രാതഃ സമുദ്ധായ വയസ്യ വത്സവാൻ പ്രബോധയൻ ശങ്കരവേണ ചാരുണാ വിനിർഗതോ വത്സപുരസ്സരോഹരി. ക്വചിത് ഒരിക്കൽ വനാശായ ഊണ് കഴിക്കാൻ, അശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊണ് കഴിക്കുക, അതാണ്. അപ്പോൾ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് വനത്തിൽ വെച്ചിട്ടാവാൻ കൂട്ടുകാരെ എന്ന് കൃഷ്ണൻ പറയാണ്. ക്വചിത് വനാശായ, വനത്തിൽ വെച്ചിട്ട് ഊണ് കഴിക്കുക, അശനം ചെയ്യുക, ഊണ് കഴിക്കുക. ശയനം എന്ന് പറഞ്ഞാൽ കിടക്കുക, അശനം എന്ന് പറഞ്ഞാൽ ഊണ് കഴിക്കുക. അപ്പം അതിനെ ഇച്ഛിച്ചുകൊണ്ട് മനഃ ദധത്, മനസ്സിനെ ഉറപ്പിച്ചു. എന്നിട്ട് പ്രാതകാലത്ത് സൂര്യൻ ഉദിച്ചു വരുന്നു, അത്രേ ആയിട്ടുള്ളൂ, അത്രേ ആയിട്ടില്ല. അങ്ങനെ ആ സമയത്ത് സമുദ്ധായ എഴുന്നേറ്റു. അതായത് പോണതിൻ്റെ മുന്നേ ഒരുക്കങ്ങളൊക്കെ നടത്തണമല്ലോ. അപ്പോൾ കൃഷ്ണൻ എന്താ ആദ്യം കാട്ടിയേ? രാവിലെ നേരത്തെ നീട്ടിട്ട് ഈ മാനിൻ്റെ, പോത്തിൻ്റെ, പശുവിൻ്റെ ഒക്കെ കൊമ്പ് ഇങ്ങനെ കൊഴിഞ്ഞു വീഴും. ചിലപ്പോൾ അല്ലാണ്ടൊക്കെ ആകുമ്പോൾ കൊഴിഞ്ഞു വീഴും. അത് അതിൽ ദ്വാരമൊക്കെ ഉണ്ടാക്കിയിട്ട് ഓടക്കുഴൽ പോലെ വളഞ്ഞുകൊണ്ടുള്ള കൊമ്പ്, ഓടക്കുഴൽ വെച്ചാൽ നേരെ ഉണ്ടാവുക. അതിൽ 6-7 സുഷിരങ്ങളൊക്കെ ഉണ്ടാവും. ഇതിലിപ്പോൾ സുഷിരമൊക്കെ വേണമെന്ന് വെച്ചാൽ അതിനൊരു സൂത്രം ഉണ്ട്. എന്തായാലും ആ കൊമ്പ് അപ്പുറം ഇപ്പുറമൊക്കെ തുളച്ച് നല്ല വൃത്തിയാക്കി കഴുകി അത് ഈ പഞ്ചവാദ്യത്തിലെ കൊമ്പ് പോലെ ആക്കിയിട്ടുണ്ടാവും. അതിങ്ങനെ വിളിക്കും. മനസ്സുകൊണ്ട് മറ്റേ സങ്കല്പിക്കുക അത്രേ പറ്റും. ആ കൊമ്പ് വിളിച്ച് കഴിഞ്ഞാൽ നല്ല ശബ്ദം ഉണ്ടാവും. പലതരത്തിൽപ്പെട്ടതായിട്ട് ഉറക്കുള്ള ശബ്ദം കിട്ടും. അപ്പോൾ അത് വിളിക്കലാ, ഓരോരുത്തരെയും വിളിക്കുന്നതായിട്ടുള്ള ഭാവമാണ്. അപ്പോൾ കൃഷ്ണനൊരു 12 തവണ മറ്റേത് ഒരു തവണ വേണ്ടു അങ്ങനെ വിളിച്ചു നിൽക്കാൻ. ആയിരക്കണക്കിന് കുട്ടികൾക്കും അത്രയും പശുക്കുട്ടികൾക്കും ഈ ഇവർക്ക് ഒക്കെ മനസ്സിലായി, ആ വിളിക്കണ്ട പോവുക പേര് തോന്നുന്ന ശ്വേതകൃഷ്ണൻ ഒക്കെ അങ്ങനെ തോന്നുകയാണ്. ഗോപന്മാരുടെ പേരുകളൊക്കെ ചെറിയൊക്കെയുണ്ട്, തോകകൃഷ്ണൻ എന്തൊക്കെയുണ്ട്. അപ്പോൾ എന്നെ വിളിക്കുന്നുണ്ട്. അത് അതേ രീതിയിൽ ഓരോരുത്തർക്കും കേൾക്കപ്പെടും. അതാ കൃഷ്ണ യോഗിയാണ്. ചെറിയ കുട്ടിയാണ്, 3 വയസ്സ് 4 വയസ്സൊക്കെ ആയിട്ടുള്ള. അപ്പോൾ അങ്ങനെ വിളിക്കും. എന്നിട്ടോ അങ്ങനെ വേഗം ചാരുണ, വളരെ മനോഹരമായിട്ടുള്ള ഈ ശൃംഗരവേണ, കൊമ്പുകളെ കൊണ്ട് ഉണ്ടാക്കുന്നതായിട്ടുള്ള ശബ്ദം, ആ ശബ്ദം വയസ്യ വത്സവാൻ, ചങ്ങാതികൾക്കും കൂട്ടുകാർക്കും അതേപോലെ തന്നെ ഈ പശുവിൻ്റെ കുട്ടികൾക്കും, വത്സ എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ പശുക്കുട്ടികളെ മേയ്ക്കുന്ന ഈ കൂട്ടുകാർക്കും എന്ത് കിട്ടും? പ്രബോധയൻ, അവരെ ബോധത്തിലെത്തിക്കും. എന്താ ബോധത്തിലെത്തിക്കുക? ഇന്നത്തെ ഊണ് കാട്ടിലാണ് കേട്ടോ, എല്ലാവരും ചോറെടുത്തോളും. ജോലിക്കൊക്കെ പോണ പോലെ ചോറെടുക്കുക. അപ്പോൾ ഒരു ഇലയിലൊക്കെ വാട്ടിപ്പോയിഞ്ഞ് അങ്ങനെ വെച്ചാൽ കൂട്ടാനും ഉപ്പേരൊക്കെ സെപ്പറേറ്റ് ആണോ, ഇനി ഒന്നിച്ചിടാണോ, ഉപ്പിലിട്ടൊക്കെ ഉണ്ടാവുമായിരിക്കാം. എരിയില്ലാത്ത ഉപ്പിലിട്ട്, എരിയുള്ള ഉപ്പിലിട്ട്, അങ്ങനെയല്ലേ. കൊണ്ടാട്ടം, അതൊക്കെ അങ്ങനെ കയ്പയ്ക്ക് കൊണ്ടാട്ടം, വരലുകളിൽ മോതിരം പോലെയൊക്കെ ഇട്ട് അങ്ങനെയൊക്കെയുള്ള പലതുണ്ട് സൂത്രം. ദധ്യന്നം, അങ്ങനെ പലതുണ്ട്. അതൊക്കെ എടുക്കണേ എന്നുള്ള പ്രാർത്ഥന അവർ പറയാനാണ്, അറിയിപ്പാണ്. പ്രബോധയൻ വത്സപുരസ്സര. അപ്പോൾ ഇവർ ഇതൊക്കെ തയ്യാറാക്കിക്കൊണ്ട് അമ്മമാർ കുട്ടികളെ വിടുകയും ചെയ്യും. പശുക്കുട്ടികളെയും അഴിച്ചു വിട്ട് ഇവരുടെ ഒപ്പം പറഞ്ഞേക്കും. അങ്ങനെ അമ്മമാർ വത്സപുരസ്സര, ഈ പശുക്കുട്ടികളെ മുൻനിർത്തിക്കൊണ്ട് ഈ കുട്ടികളെ മറ്റേ കാട്ടിലേക്ക് വിടും. അങ്ങനെ കൃഷ്ണൻ്റെ ഒപ്പം ഹരിഹി, ഈ ഭഗവാൻ വ്രജാത്, വ്രജത്തിൽ നിന്ന് വിനിർഗത, പുറപ്പെട്ടു, കാട്ടിലേക്ക് പുറപ്പെട്ടു പോയി. 10ാമത്തെ സ്കന്ധത്തിൽ 12ാമത്തെ അധ്യായത്തിലെ 1ാമത്തെ ശ്ലോകം. ശ്രീ ശുക ഉവാച.
ക്വചിദ്വനാശായ മനോദധദ്വ്രജാത് പ്രാതസമുത്ഥായ വയസ്യ വത്സപാൻ പ്രബോധയൻ ശൃംഗരവേണ ചാരുണ വിനിർഗതോ വത്സപുരസ്സരോ ഹരി. വത്സപുരസ്സര ഹരി. ഇപ്പോൾ പശുക്കുട്ടികളെ മുൻനിർത്തിക്കൊണ്ട് ഗോപന്മാരൊക്കെ പിന്നിൽ അവരുടെ കൂട്ടുകാരായിട്ട് അതേപോലെ കൃഷ്ണൻ നയിച്ചു കൊണ്ടു. രാമകൃഷ്ണന്മാർ ഇങ്ങനെ പോയി എന്ന് പറയണം. രാമൻ അവിടെ പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. ക്വചിത് വനാശായ മനോദധത്. ഒരിക്കൽ കാട്ടിൽ വെച്ച് ഊണ് കഴിക്കാനുള്ള ഒരു തീരുമാനം കൃഷ്ണൻ എടുത്തു. എന്നിട്ട് വ്രജത്തിൽ നിന്ന് പ്രാതസമുദ്ധായ, ഇവരെല്ലാവരും വീടുകളിൽ ഈ വെളിച്ചാവണിൻ്റെ മുന്നേ ആയിട്ട് എഴുന്നേൽക്കെല്ലാവരും. കൃഷ്ണനും അതുപോലെ എഴുന്നേറ്റു. വയസ്യ വത്സപാൻ, കൂട്ടുകാർ, ഈ പശുക്കുട്ടികളെ മേയ്ക്കുന്നവരായിട്ടുള്ള കൂട്ടുകാർ, പ്രബോധയൻ, അവരെ പ്രബോധിപ്പിച്ചു. ഈ പശുക്കളെ മേയ്ക്കുന്നതായിട്ടുള്ള തൻ്റെ ഒപ്പം കൂടിയിട്ട് കാട്ടിലേക്ക് പശുക്കുട്ടികളെ മേയ്ക്കാൻ വരുന്ന ആ കുട്ടികൾ, അവർ കൂട്ടുകാരാണ്. അവരെ മനസ്സിലാക്കി. എന്താ മനസ്സിലാക്കിയത്? എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ശൃംഗരവേണ, ഈ മാനിൻ്റെ കൊമ്പ്, പോത്തിൻ്റെ കൊമ്പ്, പശുവിൻ്റെ കൊമ്പൊക്കെ തുളച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു കൊമ്പും കുഴലും അങ്ങനെയല്ലേ, അതുകൊണ്ട് ചാരുണ വളരെ നന്നായിട്ട്, വിനിർഗത അങ്ങനെ നന്നായിട്ട് വിവരം കൊടുത്തു. ഒന്ന് വിളിക്കുകയുണ്ടോ കൃഷ്ണ, ബാക്കിയുള്ളവർക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. വിനിർഗത ഇതൊക്കെ കണക്കാക്കിക്കൊണ്ട് അവർ എന്ത് ചെയ്തു? കാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വ്രജത്തിൽ നിന്നും പുറപ്പെട്ടു. വത്സപുരസ്സരഹ ഹരി. ഈ പശുക്കുട്ടികളെയൊക്കെ മുമ്പിൽ നടത്തിക്കൊണ്ട് കൂട്ടുകാരൊക്കെ പിന്നിൽ, കൃഷ്ണനും ഒപ്പം അങ്ങനെ നടന്നുപോയി. ഒപ്പം എന്തൊക്കെയുണ്ട്? ചോറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഇനി പറയാൻ പോവാണ്. രണ്ടാമത്തെ ശ്ലോകം. തേനൈവ സാഗം പൃഥുകാ സഹസ്രശ സ്നിഗ്ധാസുഷിഗ്വേത്ര വിഷാണവേണവ സ്വാൻ സ്വാൻ സഹസ്രോ പരിസംഖ്യയാന്വിതാൻ വത്സാൻ പുരസ്കൃത്യ വിനിര്യയുർമുദാം. തേനൈവ സാഗം, അവരുടെ കൂടെ തന്നെ, ഈ കൃഷ്ണൻ്റെ കൂടെ തന്നെ സ്നിഗ്ധാഹ, സ്നേഹിതന്മാർ. അവിടെ എത്രത്തോളം ലയിച്ച് ചേരാൻ പറ്റുമോ മനസ്സുകൾ, അങ്ങനെയുള്ള ഭാവമാണ്. പഞ്ചസാര വെള്ളത്തിൽ ലയിച്ചാൽ എങ്ങനെയാണ് അത് കാണാൻ പറ്റില്ല. ആ രീതിയിലാണ് ഈ ഗോപക്കുട്ടികളുടെയും കൃഷ്ണൻ്റെയും തമ്മിലുള്ള മനസ്സ് ലയിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് സ്നിഗ്ധ. സ്നേഹിതന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം പ്രാധാന്യമുണ്ട്. അങ്ങനെ ഈ സ്നേഹിതന്മാരോട് കൂടിയിട്ട് പൃഥുകാഹ, ഈ ബാലന്മാർ, സ്നേഹത്തോട് കൂടിയിട്ട് ഈ ബാലന്മാർ എന്ത് ചെയ്തു? സഹസ്രശ, എത്രയാ? അനവധി ഉണ്ടെന്നർത്ഥം. അനേകം വെച്ചാൽ 110 കോടി ഗോപികമാർ, 110 കോടി ഗോപന്മാർ, അവരുടെയൊക്കെ കുട്ടികൾ 1 ആണോ 2 ആണോ 10 ആണോ നിശ്ചയില്ല. ആ കുട്ടികളൊക്കെ കൃഷ്ണൻ്റെ ഒപ്പം പോണവരെന്നർത്ഥം. സുശിഗ് വേത്ര വിഷാണ വേണവ, വളരെ നല്ലതായിട്ടുള്ള മനോഹരങ്ങളായിട്ടുള്ള ഉറികൾ, വടികൾ, കൊമ്പക്കുഴൽ, അങ്ങനല്ലേ. സുശിഗ് എന്തൊക്കെയാ? വിഷാണ വേണഹ, വേത്ര വിഷാണ വേണഹ, വേണവ, വേണു, ഓടക്കുഴൽ, കൊമ്പക്കുഴൽ, അങ്ങനെയുള്ള. പിന്നെ ഉറി, വടി, വേത്രം, അതുപോലെ വിഷാണ വേണവ, ഈ കൊമ്പുകളെ കൊണ്ട് കുഴലുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള അങ്ങനെയുള്ള അതൊക്കെ എടുത്തു. എന്നിട്ടോ സഹസ്ര ഉപരിസംഖ്യയ, 1000-ലധികം കുട്ടികൾ എന്നർത്ഥം. അത്രയും പശുക്കുട്ടികളും, ധാരാളം പശുക്കുട്ടികൾ, ധാരാളം ഗോപന്മാരെ കൂട്ടുകാരായിട്ടുണ്ട് കൃഷ്ണന്. അങ്ങനെ പോയി എന്ന് കണക്കാക്കിയാൽ മതി. ഇത്രയേ ഉള്ളൂ. സംഖ്യനെ പിടിക്കേണ്ട ആവശ്യമില്ല. അനേകം എന്നുള്ള അർത്ഥം കണക്കാക്കിയാൽ മതി. താൻ സ്വാൻ സ്വാൻ, ഓരോരുത്തരും അന്വിതാൻ സ്വാൻ സ്വാൻ, അവരവരുടേതായിട്ടുള്ള പശുക്കളുടെ കുട്ടികളെ അവരവർ തന്നെ മേയ്ക്കുക എന്നുള്ളൊരു നിയമമൊക്കെ ഉണ്ട് കേട്ടോ കൃഷ്ണ. ഇപ്പോൾ എല്ലാവരും കൂടിയിട്ട് പശുക്കുട്ടികളെ ഉണ്ടാക്കി. എന്നാൽ ചില വിദ്വാന്മാർ ഒന്നും നോക്കാതെ കണ്ട്, അങ്ങനെയല്ല അവിടെ. നിൻ്റെ പശുവിനെയും നിൻ്റെ പശുവിൻ്റെ കുട്ടീനെയൊക്കെ നീ തന്നെ നോക്കണം കേട്ടോ. നീ വലുതായാലും അങ്ങനെ തന്നെയാണ്. വലുതായ പശു ഉണ്ടാവും കൂടെ. അപ്പോൾ പശുക്കുട്ടികളെ നോക്കേണ്ടത് നിൻ്റെ പശുക്കുട്ടിയാണോ നീ നോക്കിക്കോ. എന്തെങ്കിലും ആപത്ത് പറഞ്ഞാൽ എന്നോട് പറഞ്ഞാൽ മതി, അപ്പോൾ ഞാൻ രക്ഷിച്ചോളാം. അത് വേറെ, അത് നിലപെട്ടതല്ല. സ്വാൻ അവരവരുടേതായിട്ടുള്ള വത്സാൻ, പശുക്കുട്ടികളെ പുരസ്കൃത്യ, മുമ്പിൽ നിർത്തിയിട്ട് മുത, സന്തോഷത്തോടു കൂടിയിട്ട്. അവിടെ ചെറിയൊരു ഉപദേശമുണ്ട്. ഇവർ കളിക്കാനാണ് കാട്ടിലേക്ക് പോണത്.
ഊണ് അവിടെ മതി, കളിക്കാനുള്ള സമയം കിട്ടാത്തതുകൊണ്ടേ. അപ്പോൾ ഊണ് അവിടെ മതി എന്ന് തീരുമാനിച്ചു. അതുകൊണ്ടാണ് ചോറ് അങ്ങോട്ട് കൊണ്ടുപോകണം. എന്തിനാ അവർ പോണത്? പശുക്കുട്ടികളെ മേയ്ക്കാനാ. നമ്മളാകുമ്പോൾ എങ്ങനെയാ വെച്ചാൽ പശുക്കുട്ടികളെ മേയ്ക്കുക എന്ന കാരണം പറഞ്ഞുകൊണ്ട് കളിക്കാൻ പോകും. അപ്പോൾ ഇവരങ്ങനെയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അവർ പശുക്കുട്ടികളെ ശരിക്കും മേയ്ക്കുന്നുണ്ട്, ഒപ്പം കളിക്കുന്നുമുണ്ട്. ഈ പശുക്കുട്ടികളെ മേയ്ക്കലാണ് സത്യം പറഞ്ഞാൽ സന്തോഷം. കളി സന്തോഷമല്ലേ? കൃഷ്ണൻ്റെ ഒപ്പം കൂടുമ്പോൾ കളി സന്തോഷമാണ്, അതല്ലാന്ന് പറയണില്ല. ഏത് പ്രവൃത്തിയായാലും ചെയ്യുമ്പോൾ സന്തോഷത്തോട് കൂടിയിട്ടല്ല, സമർപ്പണ ബോധത്തോട് കൂടിയിട്ടല്ല ചെയ്യുന്നത് എങ്കിൽ, കുട്ടികളെ ശകാരിക്കുമ്പോൾ, കുട്ടികളെ തല്ലുമ്പോൾ രക്ഷിതാക്കൾ സന്തോഷത്തോട് കൂടിയിട്ട് ചെയ്യണം. അതെങ്ങനെയാണ് പറ്റുക? അതാണ് ഭാവം. ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും കുറച്ചൊരു മനസ്സന്തോഷത്തോട് കൂടിയിട്ട് വേണം ചെയ്യാൻ. കാരണം അപ്പോഴാണ് അതിൻ്റെ ഫലം, അത് ശുഭാപ്തി ഫലമായിട്ട് കിട്ടണ്ടേ. കുട്ടികളെ എന്തിനാ തച്ചതെന്ന് ആ കുട്ടിക്ക് മനസ്സിലാവണ്ടേ. ഓങ്ങിയാലാണ് കൂടുതൽ വേദന, തച്ചാലല്ല. അത് ഈ ആനയെ ശുശ്രൂഷിക്കുന്നവർക്ക് വേഗം മനസ്സിലാവും. ആനയെ തച്ച ആനയ്ക്കൊരു വിലയില്ല. വിലയില്ല വെച്ചാൽ അപ്പോൾ വേദന ഉണ്ടല്ല എന്ന് പറയില്ല. പക്ഷേ ഓങ്ങി വെക്കൂ, ആ പാപ്പാനെ കൂടുതൽ പേടി. തല്ലണ പാപ്പാനെ അത്ര പേടി ഉണ്ടാവില്ല. കുട്ടികളുടെ മനസ്സും അതുതന്നെയാണ്. തച്ചാൽ അതിന് വില ഉണ്ടാവില്ല. പക്ഷേ ഓങ്ങി വെക്കൂ, വില കൂടുതലുണ്ടാവും. അങ്ങനെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യപ്രാപ്തിക്ക് ഈ സന്തോഷം വളരെ പ്രധാനമാണ്. എന്ത് പണിയെടുക്കുമ്പോഴും അത് ഇവിടെ വലിയൊരു ഉപദേശം. മുതാ വിനിർയ്യോ പുറത്തേക്ക് പുറപ്പെട്ടു. കൃഷ്ണൻ്റെ കൂടെ കൂടുതൽ നേരം കളിക്കാലോ, അങ്ങനെ വാച്യാർത്ഥം. തേനൈവ സാകം പൃഥുക സഹസ്രശ സ്നിഗ്ധ സുഷിഗ്വേത്ര വിഷാണ വേണവ സ്വാൻ സ്വാൻ സഹസ്രോപരിസംഖ്യയ അന്യുതാൻ വത്സാൻ പുരസ്കൃത്യ വിനിർയ്യുർമുദ. ഇത് വെറുതെ പറഞ്ഞതല്ല കേട്ടോ. അതായത് കുട്ടികൾക്ക് കൃഷ്ണന് ഇവിടെ തന്നെ ഇതേ കളികളൊക്കെ ചെയ്യാൻ സാധിക്കും. ഈ പശുക്കുട്ടികളെയും കൊണ്ട് കാട്ടിൽ പോകണമെന്നില്ല. ഇനി കളിക്കാൻ വേണ്ടി കാട്ടിൽ പോകുന്ന കൃഷ്ണന് ഈ പശുക്കുട്ടികളെ മേയ്ക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകണമെന്നില്ല. വേണ്ടോ? അവർക്ക് സ്വയം പോയിക്കൂടെ? നിങ്ങൾ അച്ഛാ അമ്മ എന്ന് കളിക്കുന്നത് കാട്ടിലാട്ടോ, ഞങ്ങൾക്ക് ചോറ് വേണം, പശുക്കുട്ടികളൊക്കെ നിങ്ങൾ വേണച്ച് നോക്കിക്കോളി പറയാം അവർക്ക്. അതല്ല അവർ പറഞ്ഞത്. മുതാ സന്തോഷത്തോട് കൂടിയിട്ട്. അതെവിടെയാണ് പറഞ്ഞെന്നൊക്കെ ചോദിക്കും ചെറുപ്പം. അത് പറഞ്ഞിട്ടുണ്ടായില്ലേ? അതാണ് ഭാഗവതം. നമ്മളത് ചെയ്യാറില്ല. ഭാഗവതം കേൾക്കാൻ വരുമ്പോൾ എങ്ങനെയാണ് കേൾക്കാറും? എപ്പോഴാണ് ചായ ഇട്ട് എപ്പോഴാണ് ഊണ് കഴിക്കുക അല്ലേ? പിന്നെ ഇയാൾ പറയണത് ശരിയല്ല. ഇങ്ങനെ 100 പ്രശ്നങ്ങളാണ് എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ. ഞാൻ അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് പോന്നാലുള്ള കാരണം എന്താ വെച്ചാൽ എനിക്ക് അവിടെ ഇരിക്കാൻ വയ്യ, അതുകൊണ്ടാണ്. അങ്ങനെ പലതരത്തിൽപ്പെട്ട ശ്രോതാക്കളെ കണ്ടതുകൊണ്ടാണ് പറയണത്. മുത വളരെയധികം പ്രാധാന്യമുണ്ട്. ഇരുന്ന് ഉറങ്ങിയാൽ പോലും ഞാൻ അവരെ ഉറങ്ങിക്കോളൂ എന്നേ പറയാറുള്ളൂ. കാരണം ഉറക്കം ഉണർന്നു കഴിഞ്ഞാൽ ഉറങ്ങിയത് തെറ്റാണെന്ന് അവർക്ക് തോന്നുകയും ചെയ്യും. അവർ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ പിന്നീട് ചെയ്യുകയും ചെയ്യും. ഇത് രണ്ടും എനിക്ക് അനുഭവമുണ്ട്. ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഉറക്കം തൂങ്ങുന്ന ഒരാളോട് പിന്നെ കഥ പറയാൻ നിൽക്കരുതെന്ന്. ഇവിടെ ബഹുത്വം ആയതുകൊണ്ട് ഒരാൾ ഉറങ്ങിക്കോട്ടെ, ബാക്കിയുള്ളവർ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ മതിയല്ലോ. 1000 ആളുണ്ടെങ്കിൽ അതിൽ ഒരാളെ ഭഗവാനെ ശ്രദ്ധിക്കുമെന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരാൾക്കാണ് എന്തെങ്കിലും മനസ്സിലാവുള്ളൂ, അതിലൊരാൾക്കാണ് തന്നെ മനസ്സിലാവുള്ളൂ, അതിലൊരാൾക്ക് എന്നിലെത്താൻ സാധിക്കുള്ളൂ. അപ്പോഴേക്കും കോടി 700 കോടിയിലും 1000 കോടിയിലും ഒരാൾക്കേ എത്താൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ അർത്ഥം അതുതന്നെയാണ്. തേനയേവ സാകം പൃഥുകാഹ. ഈ കുട്ടികളുടെ കൂടെ അനേകായിരം സഹസ്രാശ അത്രയും കുട്ടികളുടെ കൂടെ ഒരുമിച്ച് പോവുകയാണ്. സ്നിഗ്ധാഹ, അവരുടെ സ്വഭാവത്തിൻ്റെ വിശേഷണം എന്താണ്? സ്നിഗ്ധ, ലയിച്ച് ചേർന്നവരാണ്. എന്തൊക്കെയാണ് അവർ കയ്യിലുള്ള? സുഷിഗ് വേത്ര വിഷാണ വേണവ, ഓടക്കുള്ള കൊമ്പ്, പിന്നെ ഉറി, വടി. സ്വാൻ സ്വാൻ സഹസ്രോപരിസംഖ്യ അന്വിതാൻ. ഓരോരുത്തരും അവരവരുടേതായ കുട്ടികളെ, പശുക്കുട്ടികളെ കൊണ്ടു നടക്കണു, മേയ്ക്കണു, അവരുടെ പിന്നാലെ നടക്കണു. വത്സാൻ പുരസ്കൃത്യ, അവരാണ് മുമ്പിൽ നടത്തുന്നത്, ഇവർ കുട്ടികളെ പിന്നിൽ നടത്തുക. വിനിർയ്യൂ യയോ എന്ന് പറഞ്ഞാൽ 2 ആയി. അപ്പോൾ 2 അല്ലല്ലോ, ഇവിടെ ബഹുത്വല്ലേ. അപ്പോൾ അവരെല്ലാവരും പുറത്തേക്ക് പോയി.
ഈ കാട്ടിലേക്ക് ഈ പശുക്കുട്ടികളും കൂട്ടുകാരും ഒക്കെ കൂടിയിട്ട് പുറത്തേക്ക് പോയി. അപ്പോൾ കയ്യിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. മുത വളരെ സന്തോഷത്തോട് കൂടിയിട്ട് കാട്ടിൽ കുറേ നേരം കളിക്കാമല്ലോ, പശുക്കുട്ടികളെ മേയ്ക്കുകയും ചെയ്യാം. ആ അർത്ഥത്തിൽ അവർ പോയി. ഇനി ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം ശ്രദ്ധിക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണ 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 നാരായണ.